അതൊക്കെ അതിന് ശേഷം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നു, പിന്നെ ഹസ്ബൻഡിന് വയ്യായിക വന്നു. അപ്പൊ നമുക്ക് ഇതിലേക്ക് മാറേണ്ടി വന്നതാണ്. അതായത് നമ്മൾ മനഃപൂർവ്വം മാറിയതല്ല. അതിനൊരു ഷോർട്സ് അല്ലെങ്കിൽ കുറച്ച് ക്ലീവേജ് കാണിക്കുക. പക്ഷെ ഇത് കാണുന്നവർക്ക് അത് വലിയ തെറ്റായിട്ട് കാണുന്നത് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അവരുടെ ചിന്താഗതിയാണ്. അതായത് ഞാൻ കുറച്ച് ക്ലീവേജ് കാണിക്കും, അത് കാണുന്നവർ കുറ്റം പറയുന്നത് അവരുടെ പ്രശ്നമാണ്. ഞാൻ കാണിക്കും, അത് പ്രശ്നമില്ല. ഒന്ന് കലാരൂപമാണ് അതൊക്കെ. അതെങ്ങനെ മറ്റേ കച്ചയെ കൊടുത്തിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് അതൊന്ന് സമർപ്പിച്ചു. ന്യൂജൻ പിള്ളേർക്കൊന്നും അതൊന്നും അറിയത്തില്ല. പണ്ടത്തെ ചേട്ടന്മാരൊക്കെ കുളിസി കാണാൻ വേണ്ടി എത്ര പേര് ചേച്ചിമാര് വിളിച്ചോണ്ടിരിക്കും, എത്ര പേര് കൗങ്ങിന്റെ മുകളിൽ തെറ്റിന്റെ മുകളിലൊക്കെ കയറി നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പം ഇനി ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ്. ഇനി ഇതിലും കുഞ്ഞു ഡ്രസ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കാൻ പോകും. എന്താ സംഭവിക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. മധുര പ്രതികാരം, ആ പ്രതികാരം എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഇടുന്ന ഡ്രസ്സ് വളരെ അന്ന് കാണുന്നവരുടെ കണ്ണിന് നല്ല കുരുവാണ്. ആ കുരു ആദ്യം മാറ്റിയിട്ട് മര്യാദയ്ക്ക് നോക്കി കണ്ട് വീഡിയോ കണ്ടാൽ മതി. ഇടുന്ന വസ്ത്രത്തിന്റെ കുരുവിന്റെ കുഴപ്പമല്ല, കാണുന്നവരുടെ കണ്ണിന്റെ കുരുവിന്റെ കുഴപ്പം. ഓക്കെ, ഇത് 2025 ന്യൂജൻ പിള്ളേരുടെ കാലഘട്ടമാണ്. ഇതിന്റെ ഇടയിൽ എന്താണ് തുണി? എന്തിനാ തുണി? എന്തിനാ 2025 തുണി? എന്തിനാ? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനെ ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ അകടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നിമിഷ ബിജു കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടായി. ആ ഇൻ്റർവ്യൂവും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂവിനെ നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് അപരാധം പറയാൻ പോവുകയാണ്. ഒരു കാര്യം ഉറപ്പ് തരാം, അവർ പറയുന്ന അപരാധത്തിനെക്കാട്ടിലും ചെറിയ അപരാധങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോ കൊണ്ട് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മളുടെ ഫസ്റ്റ് റവന്യൂ വരാൻ പോവുകയാണ്. ഈ റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിലേക്കും ഇത് കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരിലേക്കും ഞാനൊരു ചെറിയ സമ്മാനം എത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്നൊക്കെയുള്ള അപ്ഡേറ്റുകൾ പോകെയുള്ള വീഡിയോയിലൊക്കെ കാണും. അപ്പോൾ അതറിയാനായിട്ട് നിങ്ങൾ കൂടുതൽ വീഡിയോസ് തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ പറ്റുന്നവരെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയാണ്. കാണുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിൽ? ഒരിക്കലുമല്ല. അതൊരു ജീവിതമാർഗം. ശരിക്കുള്ള നിമിഷം എന്താ? ശരിക്കുള്ള നിമിഷം ഞാൻ സാധാരണ ഒരു ഫാമിലി, ഒരു കുടുംബിനി ആയിരുന്നു ആദ്യം. ഇപ്പൊ കുടുംബിനി അല്ല. ഓക്കെ, ഡിഫൈൻ കുടുംബിനി പറ. റബ്ബർ വെട്ടാൻ പോകും, റബ്ബറിന്റെ പാലെടുക്കാൻ പോകലും, അതിന്റെ ഇടയിൽ കൊച്ചുങ്ങളെ സ്കൂളിൽ 2 വർഷം ഡാൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യലും ഒക്കെ ആയിരുന്നു കേട്ടോ. അതൊക്കെ അതിന് ശേഷം നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നു, പിന്നെ ഹസ്ബൻഡിന് വയ്യായിക വന്നു. അപ്പൊ നമുക്ക് ഇതിലേക്ക് മാറേണ്ടി വന്നതാണ്. അതായത് നമ്മൾ മനഃപൂർവ്വം മാറിയതല്ല. ഞാൻ ഒരു നാട്ടുപുറത്ത് ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെ ഈ ചാലക്കുടിയിൽ വന്ന് സെറ്റിൽ ആവും, അവിടെ വന്നിട്ട് നല്ല കണക്ഷൻസ് കിട്ടും, അവിടെ വന്നിട്ട് ഇങ്ങനെ സിനിമ പോലും ഒരു ഷൂട്ടിംഗ് പോലും കാണാത്ത ഒരു വ്യക്തിയെ. അപ്പൊ അതിന്റെ ABCD പോലും എനിക്കറിയില്ല. സിനിമ നടൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സ്വർഗ്ഗമാണ്. ഞങ്ങളുടെ നാട്ടിലുള്ളവർക്ക് കേട്ടോ. കോട്ടയം ജില്ലയിലെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. അപ്പൊ അവിടേക്ക് ഞങ്ങൾക്ക് വെള്ളത്തിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഈ നിമിഷ ബിജുവിനെ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇവര് യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്. ഈ യൂട്യൂബ് ചാനലിൽ ലൈവ് മെമ്പർഷിപ്പ് ലൈവ് എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്നുണ്ട്. അതായത് ഇവർ കുറച്ച് ഇറക്കം കുറഞ്ഞതും ചില പുരുഷന്മാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ആകർഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് വന്നിട്ട്, അതായത് ഇച്ചിരി ഇറങ്ങിയ ഇതുള്ളതും ഇച്ചിരി ഇറക്കം കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടിട്ട് വന്നിട്ട് ഇവർ ലൈവ് ചെയ്യും. ഈ ലൈവിൽ ഇവർ അശ്ലീലമായിട്ടൊന്നും പറയത്തില്ല. ഇവരുടെ വസ്ത്രത്തിലുള്ള പ്രശ്നമല്ലാതെ ഇവർ വേറെ ഒന്നും പറയത്തില്ല. വസ്ത്രത്തിലുള്ള സ്വാതന്ത്ര്യം അവരുടെ സ്വാതന്ത്ര്യമാണ്, തീർച്ചയായിട്ടും അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ നമ്മുടെ രാഹുൽ ഈശ്വറിൻ്റെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ വസ്ത്രങ്ങൾ ഇടുമ്പോൾ ചില ഞരമ്പ് രോഗികളുടെ കമൻറ്റുകൾ ഉണ്ടാകും. ഇനി നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ ഇവർ ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്ന എല്ലാവരും, ഇപ്പം ഇവരായിക്കോട്ടെ, രശ്മി ആർ നായർ ആയിക്കോട്ടെ, നിള നമ്പ്യാർ ആയിക്കോട്ടെ, ഇവരെല്ലാം പറയുന്നത് ഒരു ദാരിദ്ര്യക്കഥയാണ്. അതായത് ഇവർ ജീവിതത്തിൽ ബുദ്ധിമുട്ടി മുട്ടി നിന്ന സമയത്ത് ഇവർ കണ്ടുപിടിച്ച ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് വസ്ത്രത്തിൻ്റെ അളവ് കുറച്ച് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങുക എന്നുള്ളത്. ഇത് ഇവർ മാത്രമല്ല കേട്ടോ, ചില പുരുഷന്മാരും ചെയ്യുന്നുണ്ട്. പുരുഷന്മാർ വസ്ത്രത്തിൻ്റെ അളവ് കുറയ്ക്കില്ല, അല്ലാതെ ചില അപരാധങ്ങളുമൊക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തന്നെ നിങ്ങളുടെ വില കളയുന്നൊരു സാധനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം. ഇപ്പോൾ ദാരിദ്ര്യം വരുമ്പോഴത്തേനും എല്ലാ മനുഷ്യരും വസ്ത്രത്തിൻ്റെ അളവ് കുറയ്ക്കാൻ പോയാൽ ശരിയാവുമോ? അല്ലെങ്കിൽ നമുക്ക് ശാരീരികമായിട്ട് വയ്യാതാകുമ്പോഴത്തേനും ഫസ്റ്റ് ചൂസ് ചെയ്യേണ്ട മാർഗം അതാണോ ചെയ്യേണ്ടത്? നമുക്കും ഇവിടെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. നാളെ തൊട്ട് ഞാൻ ഈ വൈറലാകാനുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് തോന്നിയതെല്ലാം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? നമ്മുടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്ന സാധനമുണ്ട്, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്ന് പറയുന്ന സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നിയ ഡ്രസ്സ് ഇടും, പക്ഷേ കാണുന്നവന്മാരെല്ലാം എന്നെ വിശുദ്ധിയുടെ കണ്ണുകളിൽ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ശതമാനം അത് പ്രാവർത്തികമാകുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഇവിടെ ബാക്കി കാണാം.
ഞാൻ അങ്ങനെ പുറത്ത് ക്യാമറമാന്റെ കൂടെയോ അങ്ങനെ വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ ഞാൻ പോകുന്ന ഒരാളല്ല. പോയി ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ലായിരിക്കും. ഇത് എന്റെ വീഡിയോസ് ഫോട്ടോസ് എടുക്കുന്നത് ഹസ്ബൻഡാ. ഇതിനുള്ള തെറി ഞാൻ ഇന്നലെ പുള്ളിക്ക് കേൾപ്പിച്ചു കൊടുക്കാട്ടോ. ഇത് പറയുമ്പേ അവള് പക്ഷെ ഒരു കണക്കിന് സമ്മതിക്കണം കേട്ടോ. ഈ രശ്മി ആർ നായരുടെ ആയാലും അവരുടെ ഹസ്ബൻഡാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. നീള നമ്പ്യാരുടെ കുടുംബം സപ്പോർട്ട് ഉണ്ടെന്നാണ് അവർ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ എൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാര്യയെ എക്സ്പോസീവായിട്ട് മറ്റ് പുരുഷന്മാർ കാണുന്നതിൽ പ്രശ്നമില്ല എന്ന് ചിന്തിക്കാനുള്ള മൈൻഡ് സെറ്റ് എൻ്റെ പൊന്നടാവേ. പിന്നെ മുമ്പിൽ പരുന്തും പറക്കത്തില്ലെന്നല്ലേ. കിട്ടിയാണ് ക്യാമറ എന്ന് പറയും. എനിക്ക് അവരൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പൊ പുള്ളിക്കാരൻ തന്നെയാണ് ക്യാമറയും എടുക്കുന്നതും. നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ എടുക്കുന്ന റീൽസും നമ്മൾ തോട്ടി പോയാലും അത് നമ്മൾ രണ്ടുപേരും മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത്. അല്ലാതെ പുറത്തൊരു ക്യാമറമാന്റെ കൂടെ ഒരു ഫോട്ടോഷൂട്ടിനോ അല്ലെങ്കിൽ എന്താ പറയാ വേറെ അങ്ങനെ ഒരു സൈറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ എന്റെ ഒരു ലെവൽ വെച്ചിട്ട് അതിന് മുകളിലോട്ട് ഞാൻ പോകത്തുമില്ല. പക്ഷെ സൈറ്റ് തുടങ്ങണം, അതിന് മുകളിലേക്ക് പോകണ്ട, സൈറ്റ് തുടങ്ങണം. ഇപ്പോൾ യൂട്യൂബിൽ നിന്നും ഒരു മെമ്പർഷിപ്പ് ലൈവ് തുടങ്ങുമ്പോഴത്തേന് എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും എനിക്കറിയില്ല കേട്ടോ. ഞാൻ മെമ്പറൊന്നും അല്ലേ, ഒരു 300 രൂപ കിട്ടുമായിരിക്കും. പോട്ടെ, നമുക്കൊരു 200 രൂപയായിട്ട് കണക്കാക്കാം. 200 രൂപ കിട്ടുമ്പോഴത്തേനും ഒരു സൈറ്റ് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെച്ചടി കയറ്റിയിരിക്കും. നിങ്ങൾ സൈറ്റ് തുടങ്ങ്. എന്തിനാ ഇനി അതായിട്ട് കുറയ്ക്കുന്നത്? അതിനൊരു ഷോർട്സ് അല്ലെങ്കിൽ കുറച്ച് ക്ലീവേജ് കാണിക്കുക. പക്ഷെ ഇത് കാണുന്നവർക്ക് അത് വലിയ തെറ്റായിട്ട് കാണുന്നത് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് അവരുടെ ചിന്താഗതിയാണ്. അതായത് ഞാൻ കുറച്ച് ക്ലീവേജ് കാണിക്കും, അത് കാണുന്നവർ കുറ്റം പറയുന്നത് അവരുടെ പ്രശ്നമാണ്. ഞാൻ കാണിക്കും, അത് പ്രശ്നമില്ല. ഞാൻ കാണിക്കുന്നത് കൊണ്ട് അവർ കണ്ടിട്ട് എടോ ഒരു സ്ത്രീ മാന്യമായ ഒരു വസ്ത്രം ധരിച്ചിട്ട് ആ സ്ത്രീയുടെ മാന്യമായ വസ്ത്രധാരണത്തിൽ കൂടി കഴുകൻ കണ്ണുകളുമായിട്ട് ഒരു പുരുഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് തെറ്റെന്ന് പറയാം. അല്ലെങ്കിൽ ഒരു സ്ത്രീയെ നന്നായിട്ട് വസ്ത്രം ധരിച്ചു, കാറ്റടിച്ചപ്പോൾ എന്തെങ്കിലും കാരണത്താൽ ഡ്രസ്സ് മാറി, അപ്പോൾ ഒരു പുരുഷൻ അശ്ലീല കണ്ണുകളോട് നോക്കി അത് മോശമായിട്ട് പറയാം. ഞാൻ കാണാൻ വേണ്ടി, പുരുഷന്മാർ കാണാൻ വേണ്ടിയും അവർ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എൻഗേജ്മെൻറ്റ് കൂടും. നിങ്ങൾ കമൻറ്റ് ഇടുന്നതനുസരിച്ചാണ് ഈ വീഡിയോസൊക്കെ കയറി പോകുന്നത്. കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ടും അവർ കാണാൻ വേണ്ടിയിട്ടും അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടും. പക്ഷേ അത് കണ്ടിട്ട് അവന്മാർ ആണാക്കി തോന്നിയതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അവൻ്റെ തെറ്റ്. ഏതാ ഞാൻ റൈറ്റ്, ഞാൻ മാലാഖ, അവന്മാർ സാത്താൻ. കുളിസീന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് പിന്നെ പോകുന്ന കലാരൂപമാണ് അതൊക്കെ. അതിങ്ങനെ മറ്റേ കച്ചി കൊടുത്തിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് അതൊന്ന് സമർപ്പിച്ചു. യൂജൻ പിള്ളേർക്കൊന്നും അതൊന്നും അറിയത്തില്ല. പണ്ടത്തെ ചേട്ടന്മാരൊക്കെ കുളിസി കാണാൻ വേണ്ടി എത്ര പേര് ചേച്ചിമാര് വിളിച്ചോണ്ടിരിക്കുമ്പോൾ എത്ര പേര് കൗങ്ങിന്റെ മുകളിൽ തെറ്റിന്റെ മുകളിലൊക്കെ കയറി നോക്കിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്. അത് ശരിയാട്ടോ, നമുക്കറിയത്തില്ല, നമ്മളങ്ങനെ കയറി നോക്കിയിട്ടുമില്ല. അങ്ങനെ പഴയ ആൾക്കാർ നോക്കിയോന്നും അറിയത്തില്ല. അപ്പം നോക്കി സ്ത്രീകളോട് തന്നെ ചോദിക്കണം. അപ്പോൾ പണ്ട് കാലങ്ങളിൽ അന്യം നിന്ന് പോയ കലാരൂപങ്ങൾ ചേച്ചി റീക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഷക്കീല ചിത്രങ്ങളൊക്കെ കണ്ടിട്ടില്ല, അതാണ് ചേച്ചി ഇവിടെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പഴയ നൊക്ലാച്ച കൊണ്ടുവരികയാണ്, അല്ലാതെ വേറെ ഒന്നും ഒരു ദുരുദ്ദേശവും ചേച്ചിക്കില്ല. എല്ലാവർക്കും കാണിച്ചു അതത്ര തെറ്റല്ല. നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് തെറ്റല്ല, പക്ഷേ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന സാധനം കാണുന്നത് തെറ്റാണ്. പുരുഷന്മാർക്ക് കാണാൻ പാടില്ല, നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ആ ന്യായീകരണമാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. നിങ്ങൾ സ്വാഭാവികമായിട്ടും അല്പം ഹോട്ടായിട്ടുള്ള ഫോട്ടോഷൂട്ട് നടത്തുന്നത് അതിൻ്റെ പിന്നിലെ കാരണം ഈ ഹോട്ടായിട്ടുള്ള സാധനങ്ങൾ ബാക്കിയുള്ളവർ കാണുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ്. അല്ലാതെ ഞാൻ ഹോട്ടായിട്ടുള്ള ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കുക അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ആയിട്ട് കാണുക എന്നുള്ള ഉദ്ദേശത്തിലല്ല, മറ്റുള്ളവർ കാണുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നിങ്ങൾ അത് സാധനം ഇടുന്നത്. 100 പേര് നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ 100 പേർക്ക് 150 അഭിപ്രായം ഉണ്ടാവും. അത് ചിലരൊക്കെ അഭിപ്രായം പറയും. മോശമായിട്ട് ഒരു സ്ത്രീ വസ്ത്രധാരണം കുറച്ച് കുറയുമ്പോൾ, വസ്ത്രത്തിൻ്റെ അളവ് കുറച്ച് കുറയുമ്പോഴത്തേനും മോശം കമൻറ്റ് പറയുന്നത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്തരം കമൻറ്റുകൾ നമ്മുടെ സമൂഹത്തിലുണ്ടാകും. അതിനും കൂടെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഞാൻ കാണിക്കും, പക്ഷെ നിങ്ങൾ കാണരുത്. മറ്റേ തോക്ക് തരാം പക്ഷെ വെട്ടിവെക്കരുത് എന്ന് പറയുന്നില്ല, CD മൂസ പറയുന്ന പോലെ സാധനമാണ് ഇവർ പറയുന്നത്. അത് എനിക്ക് നാട്ടിലായിരുന്നു തോന്നുന്നു അല്ലേ? അപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം അതേ സംബന്ധിച്ച് വന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആരുടെ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നേ? ഇനി ഇതേ തുടർന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവർക്ക് മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർ വീഡിയോസ് ഇടുമ്പോഴത്തേനും ഇവരുടെ വീഡിയോസിൻ്റെ താഴെ അശ്ലീലമായിട്ടുള്ള നിരവധി കമൻറ്റുകൾ വരും. ചില കമൻറ്റുകളൊക്കെ ഇവർ വായിക്കും, ചില കമൻറ്റുകൾക്ക് ഇവർ കണകുണ റിപ്ലൈ ഒക്കെ പറയും, ചില കമൻറ്റുകൾ ഇവർ മൈൻഡ് ചെയ്തിൽ നോക്കും. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഇവരുടെ മകളെക്കുറിച്ച് ചില അശ്ലീല പരാമർശങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെ ഇവർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു. ഈ കേസ് കൊടുത്ത സാധനം നമുക്കൊന്ന് കാണാം. ഞാൻ മൊഴി കൊടുക്കട്ടെ. അപ്പോൾ മൊഴി കൊടുത്തിട്ട് എല്ലാവരും ഞാൻ മുന്നോട്ട് തന്നെയാണ്. കേസ് ഇപ്പോഴും നമ്മൾ ഞാനെന്തായാലും മുന്നോട്ട് തന്നെയാണ്. എല്ലാവർക്കും ഇതൊരു പാഠമാകട്ടെ. ഇവിടെ മനസ്സിലടിക്കാൻ വന്ന് നിൽക്കുന്നത് ഒന്നും പറയില്ല. ഞാൻ ഇതിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് പോവാണ്. ഇവിടുന്ന് കൂടി മാത്രം ഞാൻ നിൽക്കുന്നില്ല, ഇതിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് പോവാം. എന്തായാലും വനിതാ പോലീസ് വരട്ടെന്നാണ് എടുക്കുന്നത്. അതിനുശേഷം പിന്നീട് ഇവർ പറയുന്നുണ്ട് വനിതാ പോലീസ് വന്നപ്പോഴും ഇവരെ പരിഹസിച്ച് ചിരിച്ചു, ശരിയായിട്ടുള്ള രീതിയിൽ ഇടപെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും ഇവരുടെ മകളെ പറഞ്ഞത് ശരിയാണെന്നൊരു വാദം എനിക്കില്ല. പക്ഷേ
നിങ്ങൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെടുമ്പോൾ അത്തരം സാധനങ്ങൾ വരും. നിങ്ങൾ എത്ര വാമൂടി കെട്ടിയാലും വരും എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ പറയുന്നു, ആ കമൻ്റ് അടിച്ചവനോ അങ്ങനെ നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചോ മോശമായിട്ട് പറയുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്നും ചില അപാകതകളുണ്ട്. ഈ പറയുന്ന നിളാനമ്പിയരായാലും ഒരിടത്തു പോലും അവരുടെ മക്കളെ ഒന്നും കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ ഒരു പേടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരുന്നു. ഇനി ഈ ഒരു കേസ് കൊടുത്തതിന് ശേഷം ഇവരൊരു ഇൻ്റർവ്യൂ കൊടുത്തു. ആ ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് കേൾക്കാം. കംപ്ലൈന്റ് കൊടുത്ത് 3-4 ദിവസം കൊണ്ട് വിധിയും വന്നു. ആ പാവം പിടിച്ച ബോച്ചെ അതിൻ്റെ ഉള്ളിലും പോയി. ഇപ്പം ഞാൻ പാവം പിടിച്ച ബോച്ചെ, ഈ പാവം പിടിച്ച ബോച്ചെ എന്തിനാണ് വിധി വന്നത് പിടിച്ചത്? അതായത് ഒരു സ്ത്രീക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയതിനാണ് ഈ പാവം പിടിച്ച പിഞ്ചു മനസ്സുള്ള ബോച്ചയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കെതിരെ വരുന്ന കമൻറ്റുകളും നിങ്ങളുടെ മകൾക്കെതിരെ വന്ന കമൻറ്റുകളും ഇതേപോലെ പാവം ബോച്ചയെ പോലെ ഏതോ ഒരു പാവം വ്യക്തി ഇട്ടെന്ന് നിങ്ങൾ പറയാത്ത എന്താ? ബോച്ചെ ചെയ്തത് തെറ്റാണ്, അതിനെ ഞാൻ ന്യായീകരിക്കുന്നില്ല. സോ അയാൾ ചെയ്തു കഴിഞ്ഞാൽ പാവം ബോച്ചെ, വേർത്തൻ ചെയ്തു കഴിഞ്ഞാൽ അവൻ പ്രശ്നക്കാരൻ അല്ലേ? രണ്ടുപേരും ചെയ്യുന്നത് തെറ്റാണ്. ബോച്ചയെ പാവം എന്നുകൊണ്ട് ആ വിഷയത്തിൽ അതിസംബോധന ചെയ്യരുത്. കൊടുത്തതിന് ഒരു ഇതുമില്ല, എനിക്കൊരു ഇതുമില്ല, ന്യായമില്ലേ. ഞാനിപ്പോൾ വിചാരിക്കുന്ന എൻ്റെ വീഡിയോ അത് സംഭവിച്ചു, ഞാൻ ചെയ്യുന്ന വീഡിയോ കൊണ്ട് ഞാൻ കേൾക്കാൻ റെഡിയാണ്. പക്ഷേ ഞാൻ ബോച്ചയെ പറയുന്നത് എന്തെന്ന് അറിയോ? എല്ലാ ഇനോഗ്രേഷനും കിട്ടിയാലോ 2 കമൻറ്റ് അടിക്കാതെ പ്രശ്നമൊന്നുമില്ല, ഇനോഗ്രേഷൻ വിളി ഹണി റോസ് ഇനി എന്തായാലും പോകാൻ പോകുന്നില്ല. അപ്പോൾ അതിനായിട്ടായിരിക്കും ബോച്ചയെ ഒന്ന് സൂചിപ്പിച്ചാട്ടോ ഒന്ന് കളത്തിയത്. ഇനി ഇവർ പറയുന്ന മറ്റൊരു സാധനം, ഇവരെ പറയൂ, ഇവർക്ക് കുഴപ്പമില്ല, എൻ്റെ മക്കളെ പറയരുത്. എന്നെ പറയുമ്പോഴും ഒരു പരിധിയിൽ നിന്ന് പറഞ്ഞോളൂ എന്നാണ് പറയുന്നത്. അത് നിങ്ങളൊരു ലൈസൻസായിട്ട് കണക്കാക്കണം. നിങ്ങൾ ലൈസൻസായിട്ട് കണക്കാക്കിയിട്ട് ആ പരിധി ഏതാണെന്ന് നിങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് പരിധി പറഞ്ഞു തരും. ആ പരിധിയിൽ നിന്ന് മാത്രം നിങ്ങൾ അവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുക, ഇവരുടെ കുടുംബത്തെ വെറുതെ വിടുക എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെ ഞാൻ ഈ സമയത്ത് വെക്കുകയാണ്. ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ കൊച്ചിനെതിരെ വന്ന ഈ വക വൃത്തികെട്ട ചോദ്യങ്ങൾക്കെതിരെ ഞാൻ കംപ്ലൈൻറ്റ് മുന്നോട്ട് പോയപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നല്ലേ. നമ്മുടെ മക്കളെല്ലാവരും വളർന്നുകൊണ്ടിരിക്കുക, എല്ലാവർക്കും കുടുംബം ഉണ്ടാവും. എന്തുകൊണ്ട് കളിയാക്കി? അതാണ് ചോദ്യം. അതായത് നിങ്ങളുടെ മകൾക്കെതിരെ വന്നൊരു കംപ്ലയിൻറ്റ് ആയിട്ട് നിങ്ങൾ പോയപ്പോൾ എന്തുകൊണ്ട് കളിയാക്കി? നിങ്ങൾ ഇതുപോലെ പലർക്കെതിരെയും കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. ഈ ഹണി റോസിനെതിരെ കംപ്ലയിൻറ്റ് പോയപ്പോൾ കളിയാക്കാത്ത എന്താ ആളുകൾ? പല മാതാപിതാക്കളും അവരുടെ മക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള സൈബർ ബുള്ളിങ്ങോ പ്രശ്നങ്ങളോ വരുമ്പോഴത്തേനും അവർ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവരൊന്നും കളിയാക്കാത്ത എന്താ? അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളാണ് നിങ്ങൾക്ക് ബൂമറാങ്ങായിട്ട് തിരിച്ചടിച്ചിരിക്കുന്നുള്ള യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ ഈ സാഹചര്യത്തെ മനസ്സിലാക്കണം. നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ മോശം സ്ത്രീ എന്ന തരത്തിലായിരിക്കും നിങ്ങളുടെ വീഡിയോസ് കാണുന്ന പലരും മുദ്ര കുത്തുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്തരം കമൻറ്റുകളൊക്കെ വരുന്നത്. നിങ്ങൾ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ട് സിമ്പിളായിട്ട് പ്രശ്നം തീർക്കും. കമൻറ്റ് ബോക്സ് ഓഫ് ആക്കത്തില്ല കേട്ടോ. കമൻറ്റ് ബോക്സ് ഓഫ് ആക്കാത്തതിൻ്റെ കാരണം കമൻറ്റ് ബോക്സ് ഓഫ് ആക്കി കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ ഇടുന്നു, എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു, നിങ്ങൾ അസഭ്യമായ ഒരു കമൻറ്റ് ചെയ്യുന്നു, നിങ്ങളെ ഞാൻ വന്ന് 4 തെറി വിളിക്കും. അപ്പോൾ നിങ്ങളൊരു 5-6 കമൻറ്റ് ഇടും. അപ്പോൾ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡ് ആവും. ഈ സാധനം കൂടെ നിങ്ങൾ മനസ്സിലാക്കി. കമൻറ്റ് ഇടുന്ന ഈ വീഡിയോയെക്കുറിച്ച് മീൻസ് എങ്ങനെയാണ് യൂട്യൂബിലെ വീഡിയോ റീച്ച് പോകുന്നത് അറിയാത്ത ആളുകൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവർക്ക് ആ റീച്ച് വേണം. അതുകൊണ്ടാണ് ഇവർ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കാത്ത മറ്റു പ്രശ്നങ്ങൾ. ഇവർ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കില്ലെങ്കിൽ ഇവർക്ക് ഒരു മിനിമം ഗ്യാരണ്ടി വ്യൂസ് ഉണ്ടാവും. ഇവരെ കാണുന്ന കുറച്ച് പേരുണ്ടാവും. ബാക്കി കേൾക്കാം. അതാണ് പ്രശ്നം ഡ്രസ്സിന്റെ കാര്യത്തിൽ. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പൊ ഞാൻ എൻ്റെ ദാരിദ്ര്യമൊക്കെ പറയുന്നത് വെച്ചാൽ എല്ലാവരും വന്നെ കളിയാക്കത്തുള്ളൂ. എനിക്ക് ദാരിദ്ര്യം പറയാൻ നേരമൊന്നുമില്ല. ഇനി ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ്. ഇനി ഇതിലും കുഞ്ഞു ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കാൻ പോകും. എന്താ സംഭവിക്കുന്നത് എനിക്കൊന്ന് കാണുമല്ലോ. മധുര പ്രതികാരം, ആ പ്രതികാരം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചേച്ചിയുടെ ഫാൻസിന് ഇതാ ഒരു സന്തോഷ വാർത്ത ചേച്ചി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ചേച്ചി ഇനിയും വസ്ത്രത്തിൻ്റെ അളവ് ക്രമാതീതമായി കുറയ്ക്കാൻ പോവുകയാണ്. അതായത് ആപ്പിളിൻ്റെ ക്യാമറ എത്ര ശതമാനം കൂട്ടി എന്ന് പറയുന്ന പോലെ വസ്ത്രത്തിൻ്റെ അളവ് എത്ര ശതമാനമാണ് കുറയ്ക്കുന്നതെന്ന് അറിയാനായിട്ട് നിങ്ങൾ ചേച്ചിയുടെ ലൈവ് പോയി പൈസ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഓക്കെ, അപ്പോൾ ചേച്ചി പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇനിയും വസ്ത്രധാരണം കുറച്ചും കൂടെ സ്റ്റൈലിഷ് ആക്കാൻ പോവുകയാണ്, വസ്ത്രത്തിൻ്റെ അളവ് കുറച്ചും കൂടെ കുറയ്ക്കാൻ പോവുകയാണ്. പക്ഷേ അന്നേരം വരുന്ന കമൻസിൻ്റെ എണ്ണവും അതേ ക്രമാതീതമായി വർദ്ധിക്കുമെന്നൊരു കാര്യം മനസ്സിലാക്കുക. എന്നിട്ട് പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. കൂടി വന്ന കമന്റ് എഴുതാനല്ലേ ഇവർക്ക് പറ്റത്തുള്ളൂ. അവർ എഴുതട്ടെ, മാക്സിമം എഴുതിക്കോട്ടെ, അവർക്ക് പറ്റുന്ന അവർ ചെയ്തോട്ടെ. ഇത് ഞാൻ പിന്നെ എന്തിനെ കിടന്ന് മോങ്ങാൻ നിൽക്കുന്നേ? അവർ കമന്റ് എഴുതുന്നത് നിങ്ങൾക്ക് പ്രശ്നമില്ല. അവരുടെ കമന്റ് വേണം താനും, എന്നാൽ അവരെല്ലാം സൂപ്പർ അടിപൊളി കിടക്കാച്ചി എന്ന് പറയുകയും വേണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു PR ടീമിനെ സെറ്റ് ചെയ്യുക, എന്നിട്ട് പറയുക 1 വീതം 3 നേരം ഇന്ന കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക. ചേച്ചി സൂപ്പർ, ചേച്ചി അടിപൊളി, ചേച്ചി കിടിലൻ, ചേച്ചി കിടോസ്കി, ഈ കമന്റുകൾ മാത്രം ഇടണമെന്ന് പറഞ്ഞ ഒരു ടീമിനെ ഏർപ്പാട് ചെയ്യുക. അവരത് തന്നെ കമന്റ് ഇടും. അല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ. ആരും ഒരാൾ നെഗറ്റീവ് പറയരുതെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് കുറ്റം പറയുന്ന നാടായത്. ചലഞ്ച് ആയിട്ട് തന്നെ ഏറ്റെടുക്കുകയാണ്. ഞാൻ ഇതിലും ചെറിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ നേവൽ ഷൂട്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫോൺ വീഡിയോസോ അല്ലെങ്കിൽ ഇതുവരെ ഒരു എന്താ പറയാ ഇപ്പോഴും നേവൽ കാണിക്കുക ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻബോക്സ് എന്തോ ഒരു മെസ്സേജ് എനിക്ക് വരുന്നതെന്ന് അറിയാമോ? പിന്നെ ഞാൻ പ്രോത്സാഹിപ്പിക്കുക. ഇനി അതായിട്ട് എന്തിനാ കുറയ്ക്കുന്നത്? ഇനി അതും കൂടെ ചെയ്യ്. അതിൻ്റെ ഒരു കുറവായിട്ട് എന്തിനാ അതായിട്ട് ബാക്കി വെക്കുന്നത്? എന്തിനാ? അതും കൂടെ ചെയ്യ്. ഇനി ആരെങ്കിലുമൊക്കെ വന്നിട്ട് എന്തെങ്കിലും കമൻറ്റ് വരുമ്പോൾ ചേച്ചി പറയും ഞാൻ ഇനി മുതൽ അതും ചെയ്യാൻ പോകുന്നു. നല്ല പ്രോത്സാഹനം, സന്തോഷം മാത്രമേ ഉള്ളൂ. ചെയ്യ്. ഞാൻ ഇടുന്ന ഡ്രസ്സ് വളരെ കാണുന്നവരുടെ കണ്ണിന് നല്ല കുരുവാണ്. ആ
കുരു ആദ്യം മാറ്റിയിട്ട് മര്യാദയ്ക്ക് നോക്കി കണ്ട് വീഡിയോ കണ്ടാൽ മതി. ആ, ഇടുന്ന വസ്ത്രത്തിൻ്റെ കുരുവിൻ്റെ കുഴപ്പമല്ല, കാണുന്നവരുടെ കണ്ണിൻ്റെ കുരുവിൻ്റെ കുഴപ്പം. ഓക്കെ, കാണുന്ന ചില ആളുകളുടെ കണ്ണിൻ്റെ കുരുവിൻ്റെ പ്രശ്നമല്ല, കമൻ്റ് ഇടുന്ന ചിലവന്മാർക്ക് കുരുവുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ നിങ്ങളിടുന്ന വസ്ത്രധാരണം ലോഹയും പർദ്ദയുമാണെന്നുള്ള രീതിയിൽ സംസാരിക്കരുത്. നിങ്ങളിടുന്ന വസ്ത്രധാരണത്തിന് പ്രശ്നമുണ്ട്. നിങ്ങൾ അത്തരത്തിലുള്ള വസ്ത്രം ഇടുന്നത് ചില ആളുകളെ ആകർഷിക്കാൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ അത്തരത്തിലുള്ള വസ്ത്രം ഇടുന്നത് ചില ആളുകളെ ആകർഷിച്ച് കമൻ്റ് ഇടാനും ഇത്തരത്തിലുള്ള കമൻറ്റുകൾ വരാനും തന്നെയാണ്. അതിനുശേഷം ഞാൻ ഭയങ്കര മാതാവാണ് എന്നുള്ള തരത്തിലൊന്നും സംസാരിക്കല്ലേ. അല്ലാതെ ഇപ്പൊ എന്നോട് ഇന്ന് എന്താ പറയാ, ഇന്നൊരു കമന്റിൽ എന്താ പറയാ, എന്തോ പറഞ്ഞതിനും ഈ കയ്യിലും ബ്ലൗസ് ഒക്കെ കൊടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു. പണ്ടത്തെ കാലത്ത് ഈ കയ്യിലും ബ്ലൗസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അതുപോലെ ഉണ്ടായിരുന്നു, ഇല്ലായിരുന്നല്ലോ. ഇനി മറ്റേ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ നൊക്കളാഴ്ച തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നു, അതും കൂടെ അതാക്ക് സെറ്റപ്പ് ആവട്ടെ, അടിപൊളിയാവട്ടെ, സന്തോഷം മാത്രം. നമ്മൾ എപ്പോഴും പറയുന്നല്ലോ സന്തോഷം മാത്രം. അപ്പൊ ഇത് 2025 ന്യൂജൻ പിള്ളേരുടെ കാലഘട്ടമാണ്. ഇതിന്റെ ഇടയിൽ എന്താണ് തുണി? എന്തിനാ തുണി, എന്തിനാ 2025 തുണി എന്തിനാ? ഇതൊക്കെയാണ് ചേച്ചിയുടെ ഒരു വാദമുഖം എന്ന് പറയുന്നത്. 2025 തുണിയുടെ ആവശ്യമില്ല. അതായത് പണ്ട് ആദാമിൻ്റെ ഔവയുടെയും കാലത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നത് പോലെ ഇന്നത്തെ കാലത്ത് ജീവിക്കണം. മതപരമായി പറയുമ്പോഴത്തേനും അല്ല, സയൻറ്റിഫിക്കലി പറയുമ്പോഴത്തേനും മനുഷ്യൻ തുണി കൊടുക്കാനുണ്ടായ കാലത്തിൽ, അതായത് തുണി കണ്ടുപിടിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്നാണ് ചേച്ചിയുടെ ഒരു അവലോകനമായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇത്തരത്തിലുള്ള വാചകങ്ങൾ അടിച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയരുതെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി പബ്ലിസിറ്റി ആയി, നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ മെമ്പർഷിപ്പ് ലൈവിൻ്റെ ഒന്നും കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ഇത് തെറ്റാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നിർത്തിയിട്ട് നിങ്ങൾ നോർമൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫെയിം വെച്ചിട്ട് കാണാൻ ആളുണ്ട്. എന്തൊക്കെ ബന്ധം ആണ് പറയുന്നതെന്നറിയാമോ? 2025 തുണി വേണ്ട എന്നുള്ള ഒരു വസ്ത്രം എത്ര അളവിൽ കുറയ്ക്കണം, വസ്ത്രസാധനത്തിലൊക്കെ നിങ്ങളുടെ കാര്യമാണ്, അതിനൊക്കെ ഞാൻ പൂർണ്ണമായും മാനിക്കുന്നു. പക്ഷേ നിങ്ങൾ ചെയ്യുന്നതിനകത്ത് ഈ മെമ്പർഷിപ്പ് ലൈവ് നിങ്ങളുടെ വസ്ത്രധാരണത്തിൽ പ്രശ്നമുണ്ടെന്ന് പലരും പറയുമ്പോഴത്തേനും അതിനെ മീൻസ് നിങ്ങൾ ഡ്രസ്സ് കുറഞ്ഞ വസ്ത്രങ്ങളാണ് ഇടുന്നത്, അതായത് വലിപ്പം കുറഞ്ഞ വസ്ത്രങ്ങളാണ് ഇടുന്നത്, അപ്പോൾ കമൻറ്റുകൾ ഉണ്ടാകും. അത് ശരിയാണെന്നല്ല പറയുന്നത്, പക്ഷേ ഉണ്ടാകും. അത് സഹിക്കാമെങ്കിൽ മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ പരിപാടി നടത്തിയിട്ട് വേറെ പരിപാടി പോവാം. ബേസിക്കലി ഇത്തരം ബോധമില്ലാത്ത സ്റ്റേറ്റ്മെൻ്റ് ഒന്നും സോഷ്യൽ മീഡിയയിലെങ്കിലും മിനിമം വന്നിട്ട് പറയാതിരിക്കുക. ഓക്കെ, നന്നായിട്ട് ജീവിക്കുന്ന ആളുകളെങ്കിലും നന്നായിട്ട് ജീവിക്കാൻ ഇതാക്കുക. ഈ പുരോഗമനവാദം എന്ന രീതിയിൽ മര്യാദയ്ക്ക് ജീവിക്കുന്നവരുടെയും കൂടെ വസ്ത്രധാരണം കുറച്ച് അവരെയും കൂടെ നശിപ്പിക്കാതിരിക്കുക. ഓക്കെ, ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.